അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ മൂന്നാം ക്ലാസ്സിലെ താരീഖ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ. നമ്മുടെ സപ്പോർട്ട് കുറഞ്ഞു വരുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തേത് ശരി നൽകാനാണ്. 1. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആരാണ്? അസ്മാ ബീവി. ശരിയായതിനു നേരെ ടിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ശരിയായത് ഇവിടെ വായിക്കുന്നെന്ന് മാത്രം. അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ. ഉസ്മാൻ ബിൻ അഫ്ഫാനിൻ്റെ ഭാര്യ റുഖയ്യ ബീവി. 4. പൂർവ്വവേദം പഠിച്ച പണ്ഡിതൻ വറഖ് ബിൻ നൗഫൽ. 5. ജബലുൻ നൂറിലാണ് ഹിറാ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിൻ്റെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയ്യ. 7. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചു ഖദീജ ബീവി. രണ്ടാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ. 2 എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ: അക്രമം, അനീതി, ബിംബാരാധന. 3. ഭയന്ന് വിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാന്തനപ്പെടുത്തി ഖദീജ ബീവി പറഞ്ഞത് എന്താണ്? തങ്ങൾ വിസനിക്കേണ്ടതില്ല. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുത്രനായ അബ്ദുല്ലാഹിയുടെ ഉപനാമങ്ങൾ എന്തൊക്കെയാണ്? ത്വയ്യിബും ത്വാഹിറും. 3. പ്രവർത്തനം ഉത്തരം എഴുതാം. ഖുർആനിൽ നിന്ന് മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? ഉമ്മുൽ ഖുറ, ബക്ക എന്നിവയാണത്. രണ്ടാമത്തെ ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം പിതാവിൻ്റെ പേരും എഴുതാം. എഴുതിക്കോളൂ. ബനു സുഹറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ ഗോത്രം. പിതാവിൻ്റെ പേര് വഹബ് എന്നാണ്. 3. ജുർഹം ഗോത്രക്കാർ മക്കയിൽ വന്നു താമസമാക്കിയത് എപ്പോഴാണ്? സംസം എന്ന അത്ഭുത ജലം ഉറവെടുത്തതുണ്ട്. 4. തലമുടി നിർത്തിയതിന് ശേഷം എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ഉണ്ടായത്? അതായത് മുലകുടി നിർത്തി എത്രതിന് ശേഷം? 2 വർഷക്കാലമാണ്. ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. തൗറാത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകൻ ഇദ്ദേഹം തന്നെയാണ്. 4. പ്രവർത്തനം പൂർത്തിയാക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത്. 2. നുബുവത്തിൻ്റെ 6-ാം വർഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. 3. ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബശ. 4. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 5 വ്യക്തമാക്കാനാണ് കേട്ടോ. 1 നോക്ക്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം നുബുവത്തിൻ്റെ 2-ാം വർഷം. 2. ഇഖ്റ എന്ന് 5 നബി തങ്ങളെ നൽകിയ മറുപടി. മാനാബിഖാരി, എനിക്ക് വായിക്കാനറിയില്ല. 3. ഹബശയിലേക്ക് 1ാമത്തെ ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. 6. പൂരിപ്പിക്കാം. വസബഅതു ഔലാദത്തുൻ ഹും ഖാസിമുൻ സൈനബുൻ റുഖയ്യ ഫാത്തിമ യ ഫഹമു. നബിയുടെ മക്കളുടെ പേരുള്ള ഒരു വരിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്കപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.